ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൊബൈലിൻ്റെ അൺബോക്സിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. ഒരു വ്യത്യസ്തമായൊരു വീഡിയോ കിട്ടിയപ്പോൾ നമ്മളൊരു ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ വീഡിയോകളൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഇതൊരു നമ്മളൊരു വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു മസറയാണ്. അപ്പോൾ മസറ എന്ന് പറയുമ്പോൾ ഒരു കൃഷിത്തോട്ട ഫാം കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് ഓറഞ്ചുകളും മറ്റുള്ളതൊക്കെ കണ്ട് അപ്പോൾ ഒന്ന് രസകരമായിട്ട് തോന്നിയതുകൊണ്ടൊരു വീഡിയോ തയ്യാറാക്കിയതാണ്. നമുക്ക് ഒരുപാട് ഓറഞ്ചുകളൊക്കെ പോലെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ജ്യൂസ് നിറച്ച് നമുക്ക് തന്നതാണ്. നല്ല ഫ്രഷ് ഓറഞ്ചാണ്. ഇവിടുന്ന് നമ്മളിതുപോലെ പറിച്ചിട്ട് എത്തുന്ന പരിപാടിയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് इसका नाम क्या है? मौसम्बी छोटा वाला मौसम्बी है, ऐसा कहता है, बोलता है वो. അടിപൊളി സാധനമാണ്. ഇതിനെ പറ്റി ഉപയോഗമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് വലിയൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാണാൻ നല്ല സ്റ്റൈലുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. നല്ലൊരു സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടാൽ നല്ല ചൊറുക്കൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പാടെ ഒരുമിച്ച് വന്നേക്കാണ്. ഇതുപോലത്തെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒമാനിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഇവിടെ കാണാനെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിലുള്ളതൊക്കെ ഓറഞ്ചുകളാണ്. മറ്റൊരു സൈഡിൽ കുറേ വാഴകളുണ്ട്. ഈ സൈഡിൽ പറഞ്ഞാൽ കുറേ ചക്രയും ഉണ്ട്. ആ പക്കടോ നിക്കാലോ. मन निकालो. हाँ मेरा मन निकाल. മൊത്തം കീസുണ്ട് ഇത് അറിഞ്ഞണേ. बच्चे को थोड़ा संभाल के इधर टोक है. ഓക്കെ लेमन सोटा. हाँ वही है. देखिए वो दूसरा है. ഇതുപോലത്തെ ചെറിയ മരത്തുമ്മലും കൂടിയും ഇവിടെ ഓറഞ്ച് ഉണ്ടെന്നുള്ളത് നമുക്കൊരു അത്ഭുതം തന്നെയാണ്. കാരണം നമ്മളൊക്കെ എത്ര കുളിച്ചിട്ട് വലുതായാലും സംഭവം ഓറഞ്ചൊന്നും ഉണ്ടായേക്കാം. നമുക്ക് വേറെയും കാണിച്ചു. ഇത് ഫുള്ള് പച്ചയാണ്, പൂത്തിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒരുപാട് ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വെള്ളം കണ്ടില്ലേ, വെള്ളം നല്ലോണം വേണം തോന്നുന്നുണ്ട് ഇതിന്. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഇങ്ങനെ ചെന്ന് കൊടുക്കുകയാണ് ഫുൾ ടൈം. खराब है. ഇത് തിന്നാണ് രസം ഉണ്ടല്ലാവിയ. എന്താണ് പറഞ്ഞോ? ചോറ് തിന്നണ അരി തിന്നാലേ നാരങ്ങ. ये अच्छा वाला है. एक पकड़ो. सुटा वो काटा है. नहीं हाँ कटा ഈച്ചുണ്ട് പൂരെ. അതാ അങ്ങോട്ട് കൊണ്ട് പാറി ഇറക്കണേ. അയ്യോ രസമുണ്ടോ? സന്തോഷമായോ? അതിന്റെ ബാക്കിയാണല്ലേ ഇന്നത്തെ ജഗനയോട്. जमा ये क्या है? जब इस पेड़ में आएगा ना हाँ मौत जाएगा. क्या मौत जाएगा? वो उसमें फल नहीं आते. हाँ मतलब ये बड़ा आने का. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മസറയിലേക്ക് പോവാം. അടുത്ത മാംഗോ ആണ് സെക്ഷന്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാങ്ങൻ്റെ തോട്ടാണ്. അതായത് മൂച്ചി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഫുള്ള് മാവുകളാണ് ഈ കാണുന്നത്. ഇപ്പം മാങ്ങൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതിൽ മാങ്ങയൊന്നും കാണുന്നില്ല. പക്ഷെ മുമ്പ് പറഞ്ഞാൽ 1-2 മൂച്ചിമേലൊക്കെ മാങ്ങ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് നോക്കി നോക്കാം. വരി ഓക്കെ.
വന്നോളെ ഞാൻ വന്നോളെ. ഇതൊരു വേറൊരു ടൈപ്പ് മാങ്ങയാണ്, സാധാരണ ടൈപ്പ് ഒന്നല്ല, കുമ്പളങ്ങൻ്റെ മാതിരിയുണ്ട് മാങ്ങാണ്ടിട്ട്. ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാങ്ങൻ്റെ തോട്ടമാണ്, ഫുള്ള് മാങ്ങൻ്റെ തോട്ടമാണ്. മാങ്ങൻ്റെ സീസണിൽ പറഞ്ഞാൽ അത് നിറഞ്ഞ് നിൽക്കുന്നൊക്കെയാണ് ഓൻ പറയണത്. ഓന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഓൻ്റെ ഫേസ് കാണിക്കരുത്, ഓന് ബനിയനും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അവൻ്റെ നാട്ടുകാർ കണ്ട മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ ഫേസ് ഒന്നും ഇതിൽ കാണിക്കാത്തത്. ഇപ്പോൾ ഒരു മഴ വരാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ അടിയിലൊരു ഇതൊക്കെ കാണാണ്ട്, കോഴികളൊക്കെ കാണാണ്ട്. പൂര മുറുക്കി അപ്പേ നല്ല നാടൻ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും കാണണല്ലേ, നമ്മൾ അടുത്ത് പോയെങ്കിലേ കാണുള്ളൂ. ഒരുപാട് കോഴികളുണ്ട്. ഒക്കെ പോയി. പിന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു നല്ലൊരു സീസൺ അല്ലാത്തതുകൊണ്ട് മാങ്ങ നല്ല മാങ്ങയൊന്നല്ല, നമുക്ക് തിന്നാനൊക്കെ രസമുള്ള അതിനെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അടക്കപ്പായത്തിൻ്റെ വാരിയുണ്ട് കണ്ടിട്ട്. ഓ നമുക്ക് ചമ്മന്തി ബനാനേക്കല്ലേ ഇത് വന്നെടുത്താ ചുട്ടത് വന്നെടുത്താ ഒന്നാലാക്കി കൊടുക്ക. हैं ये क्या के लिए? ये क्या? ये जब मैंगो इसमें आता है नीचे आता है उसके लिए। वो तो लोड तांगने के लिए है। नहीं वजन ज़्यादा आएगा तो नीचे नहीं जाने के लिए. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഗൾഫ് നാട്ടിൽ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല എന്നുള്ള ഒരുപാട് ധാരണകളുണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് കേട്ടോ. അപ്പോൾ സലാലയിൽ മാത്രമുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെയാണെന്ന് കരുതിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ പറയുക, സലാലയിൽ മാത്രമല്ല ഇത് എല്ലാ നാട്ടിലും ഉണ്ടാവും. മറ്റേ കൃഷി ചെയ്താൽ കൃഷി എവിടെ ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു ഇത്. മൊട്ട മരുഭൂമിയിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടാൽ പക്കാ നാടല്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാ സീസണിലും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ സീസണിൽ മാത്രം വാങ്ങണ്ട, ഇപ്പോൾ എല്ലാ സീസണിലും മാങ്ങ, അതുപോലെ തന്നെ നാരങ്ങായി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒന്നടി തീരുമ്പോൾ ഒന്നുണ്ടാക്കുന്നുണ്ട്. പിന്നെ വാഴത്തോട്ടം വേറെ ഒന്നുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷികളും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളാണിത്. പക്ഷേ ഇത് മലയാളികളൊന്നും അല്ല കേട്ടോ, ഇത് യു പിക്കാരാണ് ഇത് നോക്കി നടത്തുന്നതൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചൂട്ടാ നമ്മളെ ഈ ഒരു കൃഷിത്തോട്ടം കാണാൻ? രസമുണ്ടോ? അല്ല ഒന്ന് പറഞ്ഞു കൊടുത്താ, നല്ല രസമുണ്ടോ പറഞ്ഞു കൊടുത്താ? ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, ഇങ്ങോട്ട് ക്യാമറയിൽ പറഞ്ഞു കൊടുക്ക്. ആ മതി, കേടെടുത്തണ്ട, മാങ്ങ കുറച്ചാട്ടോ നമുക്ക്. എങ്ങനെയുണ്ട് ഓറഞ്ചുകളൊക്കെ രസമുണ്ടടാ? യെസ്, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. ഇത് അങ്ങനെ ചെറിയൊരു കൃഷിത്തോട്ടമൊന്നുമല്ല, വലിയ നീണ്ട് നിരന്ന് കിടക്കുന്ന ഒരു കൃഷിത്തോട്ടമാണ്. ഇതിൻ്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സംശയം, റൗണ്ട് ആകൃതിയിലാണ്ട് നമുക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു സൈഡിലേക്ക് അങ്ങനെ പോകും ഇതിൻ്റെ ഒരു ചുറ്റുമതിൽ. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്കും ഒരുപാട് നീളമുണ്ട് ചുറ്റുമതിൽ. അപ്പോൾ ഇത്രയും വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കൃഷികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അടുത്ത് ഒരു എന്താ പറയുക, ഒരു ഡ്രോൺ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ഒരു കൃഷിത്തോട്ടം നമുക്ക് മേലെന്നുള്ള ഒരു വ്യൂ കാണിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇത് നല്ലൊരു എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായി പോയി. കാരണം എനിക്ക് കൃഷിനോട് പണ്ടേ ഒരു നല്ലൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ഈ മരുഭൂമിയിലും നല്ലൊരു കാലാവസ്ഥ, നമുക്ക് ഏതൊരു ചൂടത്ത് വന്നാലും നല്ലൊരു തണുപ്പാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് താങ്ങി പിടിച്ച് തിരിച്ച് പോവുകയാണ്. കണ്ടില്ലേ, കയ്യിലൊക്കെ നിറച്ച് സാധനങ്ങളുണ്ട്. ഇത് എടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ കുഴങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഇവരൊക്കെ. കണ്ടോ, സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ, വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കിതർ കോൺസ സൈഡ് മേ ജായേഗാ. പിന്നെ സൈഡിലായിട്ട് എന്തോ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെന്താണ് കൃഷി, ആർക്കും അറിയോ? ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യമായിട്ട് എന്തോ ഒരു, എനിക്ക് തോന്നുന്ന കോഴികൾക്കുള്ളതാണോ സംശയമുണ്ട്. എന്താ അറിയില്ല, നല്ല മെനക്കെട്ടൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണിത്. ഇനി കോഴികൾക്കുള്ള തന്നെ കോഴിക്കൂടാണോ എന്താ അറിയില്ല. ഇതെന്താ കോഴിക്കൂടാണോ?
കോഴിക്കോടാണെങ്കിൽ എന്താ അറിയില്ല. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നിറച്ച് ബായകളൊക്കെ കാണുന്നുണ്ട്. വായ പറഞ്ഞാലേ പഴം പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇതുമേല് കണ്ടോ. ഒരു കൊലണ്ട് ഇവിടെ പൂത്ത്. ഇതിനൊക്കെ പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ വെള്ളം നിർത്തണ പോലെ വലിയ വെള്ളം നിർത്തണം കേട്ടോ. ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. വെറുതെ അങ്ങനെ കുഴിച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നല്ല. കുറച്ച് കണ്ടോ എല്ലാം നല്ലോണം കൊലച്ചും ചെയ്തിന്. പിന്നെ മാത്രമല്ല അടുത്തടുത്താണ് ഇവിടുത്തെ കൃഷികൾ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരേക്കറ വിട്ടൊന്നല്ല. ഇത് കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തയ്യാറെടുപ്പോടുകൂടിയൊന്നല്ല ഇങ്ങോട്ട് വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ കടപ്പുറത്തേക്ക് പോയതിന് കടപ്പുറത്തേക്ക് പോയാൽ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് 100 റിയാൽ വെച്ചിട്ട്, അതായത് ഒമാൻ്റെ റിയാൽ 100 റിയാൽ വെച്ചിട്ട് ഏകദേശം നാട്ടിൽ 20,000 റുപ്യ വെച്ചിട്ട് ഫൈനാവെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6 ആൾക്കാരുണ്ട്. 6 ആൾക്കാരെ നമ്മളെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ 1,20,000 റുപ്യാണ് വെറുതെ പോകും. അപ്പോൾ അങ്ങനെ കരുതിയാണ് നമ്മൾ തിരിച്ചെന്ന ഒരു മസ്രയിലൊന്ന് കയറി പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് ക്ലിയറും കുറവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നോക്കൊന്ന് ക്ഷമിക്കുക. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ഈ പ്രത്യേകം പറയുകയാണെങ്കിൽ ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കേൾക്കണ്ടേ? പായൻ രസമുണ്ടടാ, ഇങ്ങോട്ട് കൊണ്ടാ. ഇതാണ് എണ്ണിത്തട്ട. എണ്ണിത്തട്ട മെസ്സി കൊണ്ട് എടുത്താ എങ്ങനെയുണ്ട് കുഞ്ഞാ? എങ്ങനെയുണ്ട് നമ്മളെ ബ്ലോഗിങ്? സൂപ്പറാ? 5 സ്റ്റാർ ഉണ്ടോ? നല്ല മധുരമുള്ള ആദ്യമാണല്ലോ. അച്ഛാ ഹേ. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറത്തെ വിസിറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് റൂമിലേക്ക്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തയ്യാറെടുപ്പോടുകൂടി തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഫീസ് നോക്കണ്ട, വലിപ്പം നോക്കണ്ട, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ ഉണ്ടോ. പഴം നോക്കണ്ട. പഴം പറഞ്ഞാൽ ഉള്ളതിലേ എന്താ വെച്ചാൽ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല പഴം എന്നല്ല. നല്ല കനുണ്ടോ? എത്ര ഉണ്ടാവും ഏകദേശം? 10 കിലോന്റെ അടുത്തുണ്ടാവും. ഇതില് മാങ്ങ മുസമ്പി. ഓക്കെ ഓക്കെ. ഇതില് വിറ്റാമിൻ Z. കുഞ്ഞാ എങ്ങനെയുണ്ട് നമ്മളെ ടൂറ്? സൂപ്പറാണോ? ചൂടാ ഈ ചൂടാ എങ്ങനെയുണ്ട് നമ്മളെ ടൂറ്? എങ്ങനെയുണ്ട് അഭിപ്രായം? അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.